ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 21 ആണ്. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് എങ്ങനെ ബാക്കിലിരുത്തി സാങ്ഷിയെ കൊണ്ടാക്കാനായി ഡുവാൻ വരുന്നത്. അങ്ങനെ ഉറങ്ങാണെന്ന് കരുതി ഡുവാൻ നേരെ സാങ്ഷിയെ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ബാക്കിലിരുന്ന് പറയുന്നത്, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതേസമയം സാങ്ഷി നേരെ യങ്ങിൻ്റെ കാലിലൊന്ന് ചവിട്ടെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, എൻ്റെ ഹോസ്റ്റലെത്തി, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, നീ വന്ന് മുമ്പിലേക്ക് ഇരിക്കി, അല്ലെങ്കിൽ നിന്റെ ഡ്രൈവറായിരിക്കണോ ഡുവാൻ എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാങ്ഷി ടാറ്റ കൊടുക്കുമ്പോൾ ഡുവാൻ പ്ലാങ്കസ് എല്ലാം കൊടുക്കുന്നത് കണ്ട് അവിടെ ഇരുന്ന യങ്ങാണെങ്കിൽ അവർ ഒരുപാട് കളിയാകുകയാണ്. അതെല്ലാം പോകുമ്പോഴാണ് പറയുന്നത്, ഞാൻ നിന്നെ വീട്ടിലാക്കിയതിനു ശേഷം ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത്. അത് കേൾക്കുന്ന യങ് പറയുന്നുണ്ട്, അതെന്തിനാ, ഞാനും നിന്റെ കൂടെ ഓഫീസിലേക്ക് വരാം എന്നെല്ലാം അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഇങ്ങനെ ഓഫീസിലെല്ലാം എത്തി കുറേ നേരമായിട്ടും എങ്ങനെ ഉറക്കു വന്നു. എന്നിട്ടുണ്ട് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നത് കാണുന്ന പറയുന്നുണ്ട്, നീ എന്തൊരു ഹാർഡ് വർക്കാണ്, നിന്നെപ്പോലെ ഒരാളെ കിട്ടിയത് എൻ്റെ സിസ്റ്ററിന് ഒരു ഭാഗ്യം തന്നെയാണ്. എന്നാൽ നീ അവളെ ഇട്ടിട്ട് പോ, അപ്പോൾ നിന്നെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇതുവരെ ഒരു സമാധാനവുമില്ലായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന കാര്യത്തിൽ ഇപ്പോൾ നീയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസമെല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഉറങ്ങി എഴുന്നേക്കുന്ന ഡുവാൻ്റെ നെറ്റിയിൽ എന്തോ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അത് നേരെ ഡുവാൻ നോക്കുമ്പോൾ, എന്നെ ആലോചിച്ച് നീ സങ്കടപ്പെടുന്നും വേണ്ട, ഞാൻ നേരെ സാങ്ഷിയെ കാണാനായി പോവുകയാണ്, എനിക്ക് നാളെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ലെറ്റർ ആയിരുന്നു അവിടെ എഴുതിയിരുന്നത്. ഇങ്ങനെ ഡുവാൻ ആണെങ്കിൽ നേരെ അവിടുന്ന് കോഫി കഴിക്കാനായി പോകുമ്പോഴാണ് അവൻ്റെ ഓഫീസിലുള്ള ഒരു കൊളീഗ് വന്ന് പറയുന്നത്, അന്ന് ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ടിനെയും പിന്നെ ആ ഗേൾ ഫ്രണ്ടിനെ അന്ന് അവിടെ വെച്ച് ഉപദ്രവിച്ച ജിയാങ്ങിനെയും ഞാൻ കണ്ടിരുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം വന്ന് ഡുവാനോട് പറയുന്നുണ്ട്. അത് കേട്ട് ഡുവാൻ ഒന്ന് അല്പം നെട്ടുന്നെല്ലാമുണ്ട്. അങ്ങനെ ഡുവാൻ നേരെ ജിയാങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ജിയാങ് അല്പം സന്തോഷിച്ചിരുന്നു ഡുവാൻ കാരണം അവൾ അടുത്തേക്ക് വന്നല്ലോ എന്നെല്ലാം കരുതി. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ അത് അവൾക്ക് ഒരുപാട് സങ്കടമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കാരണം ഡുവാൻ ഒരു ലീഗൽ നോട്ടീസ് എല്ലാം ആയിട്ടായിരുന്നു വന്നത്. ഡുവാൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു, നീ എന്നെ ശല്യപ്പെടുത്തിയാൽ അഥവാ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ശല്യപ്പെടുത്തിയാൽ ഞാൻ ലീഗലായി മുമ്പോട്ട് പോകും എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതേസമയം സാങ്ഷിയുടെ ഓഫീസിൽ എല്ലാവരും മീറ്റിംഗ് കൂടി ഒരു പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുകയാണ്. ആ മാനേജർക്ക് വേണ്ടത് അലർജി ആയിട്ടുള്ള എന്തോ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ഒന്നും ആ മാനേജർക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സാങ്ഷി എഴുന്നേറ്റ് നിന്ന് ഒരു ഐഡിയ പറയുന്നത്, അതിൽ വേറെ ഒരു കാര്യം കൊണ്ടുവരണം, അങ്ങനെയാക്കണം, അതിൽ ഇങ്ങനെയാക്കണം എന്നുള്ള ഐഡിയ എല്ലാം സാങ്ഷി പറഞ്ഞു കൊടുക്കുന്നതും ആ മാനേജർക്ക് ഒത്തിരി ഇഷ്ടമാകുന്നുണ്ട്. ആ മാനേജർ സാങ്ഷിയെ പൊക്കി പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ട ആ ബോസ് ലേഡിക്ക് ഒട്ടും ഇഷ്ടമാകുന്നുമില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബോസ് ലേഡി നേരെ സാങ്ഷിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിന്റെ ഓഫീസറായിട്ടുള്ള എന്നോടാണ് നീ എന്ത് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും പറയേണ്ടത്, അത് ഞാനാണ് ആളുകളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാ, നിനക്കതൊന്നും അറിയില്ലല്ലോ, മറ്റുള്ള ആളുകളെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാനല്ലാതെ നിനക്ക് വേറെ എന്താണ് അറിയുന്നത് എന്നെല്ലാം പറഞ്ഞ് അവർ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് സാങ്ഷിയെ. സാങ്ഷിയാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നുമുണ്ട്. അതേസമയം ആണെങ്കിൽ അവളെ കാണാനായി വരുന്നുണ്ട്. പറയുന്നുണ്ട്, ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. സാങ്ഷിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുമുണ്ട്. ആണെങ്കിൽ അവിടെ ഇവിടേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിർത്ത് നിന്റെ കരച്ചിൽ, അവരൊറ്റ വിചാരിക്കും ഞാൻ നിന്നെ എന്തോ ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞ് ഡുവാൻ എന്നെ ഒരുപാട് തല്ലും എന്നെല്ലാം പറയുമ്പോഴും അവൾ ഒരുപാട് കരയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഓഫീസിൽ പ്രശ്നമുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കിയേക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അതേ സമയമായിരുന്നു അവിടേക്ക് ഡുവാൻ വരുന്നത്. അപ്പോൾ ഡുവാനോട് പറയുന്നുണ്ട്, നിന്റെ ഗേൾ ഫ്രണ്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവളെ ആരോ എന്തോ കാര്യമായി പറഞ്ഞിട്ടുണ്ട്, അവൾ ഒരുപാട് ഇപ്പോൾ കരഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, നീ നിന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ സങ്കടമെല്ലാം മാറ്റിയേക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ സാങ്ഷി ഒരുപാട് കളിയാക്കി ചിരിപ്പിച്ചായിരുന്നു പോകുന്നത്. അങ്ങനെ സാങ്ഷിയും ഡുവാനും കൂടി പുറത്തെല്ലാം കറങ്ങി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ
വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ കൊണ്ടാക്കാനായിട്ടാണ് ഞാൻ വന്നത്, ഇനിയെങ്കിലും നിന്റെ സങ്കടം എന്നോട് തുറന്നു പറയും. എന്നിട്ടും പറയാതെ കാണുന്ന ഡുവാൻ പറയുന്നുണ്ട്, നീ ജിയാങ്ങിനെ കണ്ടതും അവിടെ നടന്ന കാര്യമെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അവളോട് എല്ലാം പറഞ്ഞ് സോൾവ് ആക്കി. ഇനി അവൾ എന്തിനെങ്കിലും വന്നാൽ ലീഗലായിട്ട് മുമ്പോട്ട് പോകും എന്നെല്ലാം എന്നെല്ലാം പറഞ്ഞപ്പോൾ സംശി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് മനഃപൂർവ്വം പറയാത്തല്ല, നിന്നെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി പറയാത്തതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് കാര്യം എന്നോട് പറയണമെങ്കിലും അത് നേരെ പറഞ്ഞേക്കും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും സ്നേഹത്തോടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ പിറ്റേന്ന് ആ മാനേജർ നേരെ അവരുടെ ഓഫീസിലേക്ക് വന്ന് സംശി പറഞ്ഞ ഐഡിയയുമായി അപ്രൂവലാക്കി പറയുന്നുണ്ട്. അത് കാരണം സംശിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അങ്ങനെ സംശി കാരണം അവരുടെ കമ്പനിക്ക് കിട്ടിയ ആ പ്രൊജക്റ്റ് കാരണം അവരുടെ CEO ഭയങ്കരമായി സംശി അവിടെ നിന്ന് പൊക്കി പറഞ്ഞ് അവർക്കെല്ലാവർക്കും ട്രീറ്റ് എല്ലാം നൽകാം എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് സംശി ഡുവാൻ പറഞ്ഞ അതേ സ്ഥലത്തേക്ക് വരുമ്പോൾ ഡുവാൻ ഒരു ബാൽക്കണിയുടെ മുമ്പിലിരുന്ന് കൈ കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയുണ്ട്, ഇവിടേക്ക് വാ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ സംശി നേരെ അവിടെ ഒന്നാകെ ചുറ്റി കാണുന്നുണ്ട്. ഡുവാൻ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെയും നിൻ്റെയും പുതിയ വീട് എന്നെല്ലാം പറയുമ്പോൾ സംശിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ പിന്നാലെ സംശി ചോദിക്കുന്നുണ്ട്, ഇതിനൊക്കെ ഒരുപാട് റെൻ്റല്ലേ, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ എഫേർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ഈ കുഞ്ഞു ഗേൾഫ്രണ്ടിന് ഇതുപോലും തരണ്ടേ ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിലേക്ക് വന്ന് വർക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് സംശിയുടെ AC വർക്ക് ചെയ്യാത്തതായി കാണുന്നത്. സംശി നേരെ വാർഡനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് സമ്മർ വെക്കേഷനായി പോയ എല്ലാ കുട്ടികളും വന്നാലേ ഈ AC എല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റൂ എന്നെല്ലാം പറയുന്നു. അങ്ങനെ സംശി നേരെ ഡുവാനെ വിളിക്കുന്നുണ്ട്. ഡുവാനെ വിളിച്ചതും ഡുവാൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ ഒരു പ്രശ്നവുമില്ല, നമുക്ക് 2 റൂമൊക്കെ ഇല്ലേ അങ്ങനെയെല്ലാം പറഞ്ഞു. അങ്ങനെ സംശി നേരെ സംശിയുടെ റൂമിലേക്ക് അഥവാ ഡുവാൻ്റെ വീട്ടിലേക്കായി വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഫ്രഷായി വരുന്ന സംശിയെ ഡുവാനും രണ്ടുപേരും അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അതിനിടെ ഡുവാൻ കളിക്കുന്ന ഗെയിമും സംശിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഡുവാൻ. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ്സെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ടൈറ്റായി കിസ്സെല്ലാം ചെയ്ത് അവിടെ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടെ രണ്ടുപേർക്കും എന്തോ ഒരു ഓക്വേർഡെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഡുവാൻ നേരെ സംശിയോട് പറയുന്നുണ്ട്, നിനക്ക് നാളെ വർക്കിന് പോകണ്ട, നീ വേഗം പോയി നിന്നെ വർക്കെല്ലാം ചെയ്തേക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നടന്നതെല്ലാം ആലോചിച്ച് അവർക്ക് രണ്ടുപേർക്കും വളരെയധികം നാണക്കേടായി തോന്നുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും ഇന്നലെ കിസ് ചെയ്തതെല്ലാം ആലോചിച്ച് എന്തോ ഒരു ഫീലെല്ലാം വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നാണിച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 21 തീരുന്നത്.